കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതിന് തൊട്ട് പിന്നാലെ അതീവ നിർണായകമായ തീരുമാനങ്ങളുമായി പുതിയ വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരമേറ്റോടം ചേർന്ന പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു ചാകര തന്നെയാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. UDF തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 5 പ്രധാന വാഗ്ദാനങ്ങളിൽ 2 എണ്ണത്തിനാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇപ്പോഴത്തെ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടെ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല എന്ന് തെളിയിക്കുകയാണ് സതീശന്റെ പുതിയ സർക്കാർ. വരുന്ന ജൂൺ 15 മുതൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുമുണ്ട്. അയൽ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും അതുപോലെ തമിഴ്നാടിനും പിന്നാലെ കേരളവും ഈ വിപ്ലവകരമായ സ്ത്രീ ശാക്തീകരണ പദ്ധതിയിലേക്ക് ചുവടുവെക്കുക കൂടിയാണ്. ഇതിനായുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ ജൂൺ 15-നകം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വയോധികരുടെ ക്ഷേമത്തിനായി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത ചരിത്രപരമായ തീരുമാനമാണ് പുതിയ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായി വയോജനങ്ങൾക്കായി മാത്രമായി ഒരു പുതിയ മന്ത്രാലയവും പ്രത്യേക സർക്കാർ വകുപ്പും കേരളത്തിൽ നിലവിൽ വരും. ജപ്പാൻ സർക്കാരിൻ്റെ വയോജന നയമാതൃക പിൻപറ്റിക്കൊണ്ട് ശാസ്ത്രീയവും അതുപോലെ ദീർഘവീക്ഷണമുള്ളതുമായ ഒരു പദ്ധതിയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ആഗോളതലത്തിലെ മികച്ച മാതൃകകളെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്താൻ പ്രത്യേക സമിതിയും മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സാമൂഹ്യക്ഷേമ മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങളാണ് ആദ്യ യോഗത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ താൽക്കാലിക ജീവനക്കാരായ ആശാ വർക്കർമാർക്ക് ആദ്യഘട്ടത്തിൽ 3000 രൂപ കൂടുതൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റും ലഭ്യമാക്കുകയും ചെയ്യും. അംഗനവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ കൂടി കൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ഇവർക്ക് വീണ്ടും തുക വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്കൂളുകളിലെ പാചക തൊഴിലാളികളുടെ വേതനവും പ്രീ പ്രൈമറി ആയമാരുടെ ഹോണറേറിയവും 1000 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ധവളപത്രം ഇറക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുമുണ്ട്. ഭരണപരമായ അഴിച്ചുപണികളിലേക്ക് പോകുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജാജു ബാബുവിനെയും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി ടി അസിഫ് അലിയെയും നിയമിക്കാൻ തീരുമാനമായിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം മെയ് 21, 22 തീയതികളിൽ ചേരാനുള്ള ശുപാർശ ഗവർണർക്ക് നൽകുകയും ചെയ്യും. മുതിർന്ന നേതാവ് G സുധാകരനായിരിക്കും പ്രോട്ടൈം സ്പീക്കർ ആവുക. മെയ് 29-ന് സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ജനക്ഷേമ നയങ്ങളിൽ നിന്നും യാതൊരുവിധ പിന്നോട്ടില്ലെന്നുള്ള ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും കൂട്ടരും ആദ്യ യോഗത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ബാക്കി 3 പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നുള്ള സൂചനകളും സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുമുണ്ട്. എന്നാൽ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം തന്നെ മുൻ സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിട്ടുള്ള അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ക്യാബിനറ്റ് യോഗം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ ആലപ്പുഴ നവകേരള സദസ് യാത്രക്കിടയിലെ സംഭവങ്ങളിൽ പുനരന്വേഷണത്തിന് പുതിയ UDF സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. അന്ന് പ്രതിപക്ഷ പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് കോടതി ഉത്തരവുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ചുരുളഴിക്കാനാണ് പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നീക്കം കൂടിയുള്ളത്. അന്ന് അധികാരികളുടെ തണലിൽ പോലീസും CPM പ്രവർത്തനം ചേർന്ന് തെരുവിൽ തള്ളിച്ചതച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇന്ന് ആലപ്പുഴയുടെ നിയുക്ത MLA ആണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ഇന്ന് ജനവിധിയിലൂടെ അദ്ദേഹം ആലപ്പുഴ ജില്ലയുടെ ഭരണപക്ഷ MLA ആയി നിയമസഭയിൽ ഇരിക്കുന്നു എന്നുള്ളതും ഈ പുനരന്വേഷണ തീരുമാനത്തിൽ നൽകുന്ന രാഷ്ട്രീയ മധുരപ്രതികാരത്തിൻ്റെ ആഴം കൂട്ടുന്നു. AD തോമസ് ആണ് ആ MLA. അന്ന് CPM നേതാക്കന്മാരും അല്ലെങ്കിൽ CPM പ്രവർത്തകരും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും വളഞ്ഞിട്ടടിച്ച ആ AD തോമസ് ഇന്ന് ആലപ്പുഴയുടെ MLA കൂടിയാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും നവകേരള ബസ്സിൽ നടത്തിയ യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ചാണ് വിവാദമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കറുത്ത കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസും മുഖ്യമന്ത്രിയുടെ ഗൺമാനും DYFI പ്രവർത്തകരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ CPM നേതാക്കളടക്കമുള്ളവരുണ്ടായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് വീണ പ്രവർത്തകരെ വീണ്ടും മർദ്ദിച്ച സംഭവത്തെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനം എന്ന് മാത്രമായിരുന്നു. അന്ന് പോലീസിനെ ലാത്തിയടിയും CPM പ്രവർത്തകരുടെ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടുള്ള അടിയും ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയത് AD തോമസ് ആണ്. അതുപോലെ ചോരയിലിപ്പിച്ച് തെരുവിൽ വീണിട്ടും അന്ന് പോലീസ് കേസെടുത്തത് മർദ്ദനമേറ്റവർക്കെതിരെ കൂടിയായിരുന്നു. എന്നാൽ
കാലം മാറിമറിയുകയും UDF ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്തതോടെ പഴയ രക്ഷാപ്രവർത്തന തീരയ്ക്ക് നിയമപരമായ അന്ത്യം കുറിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ കേസിൽ മുമ്പ് തന്നെ കോടതിയും പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികളെയും കേസ് ഡയറിയിലെ വൈരുദ്ധ്യങ്ങളെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. നീതിപൂർവമായ അന്വേഷണം നടന്നില്ലെന്നും ഇരകൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നുമുള്ള ഹർജികളുടെ കോടതി ഉത്തരവുകൾ അടിസ്ഥാനമാക്കിയാണ് VD സതീശൻ സർക്കാർ ഇപ്പോഴിതാ പുനരന്വേഷണത്തിലേക്ക് കടക്കുന്നത്. മുൻ സർക്കാർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർത്ത എല്ലാ ഫയലുകളും വീണ്ടും തുറക്കാൻ മന്ത്രിസഭ പച്ചക്കൊടി കാട്ടുക കൂടിയായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ള മന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഘടനയും അതുപോലെ തന്നെ പരിഗണന വിഷയങ്ങളിലും തീരുമാനമെടുക്കുക. ഈ അന്വേഷണ സംഘത്തെ ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രാദേശിക CPM നേതാക്കൾ എന്നിവരിലേക്ക് അന്വേഷണം നീളുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിയമവിരുദ്ധമായി പ്രവർത്തിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളും ആഭ്യന്തര വകുപ്പ് നൽകുന്നുണ്ട്. അന്ന് അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയും മർദ്ദിച്ചവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്ത ആലപ്പുഴയിലെ അന്നത്തെ ഒട്ടുമിക്ക പോലീസ് ഉദ്യോഗസ്ഥരും പുതിയ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും ചെയ്യും. ചില ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾക്ക് പുറമെ ക്രിമിനൽ കുറ്റങ്ങളും കേസെടുക്കാൻ സാധ്യതകളുമുണ്ട്. നിയമം കയ്യിലെടുക്കുന്ന പോലീസുകാർക്ക് പുതിയ സർക്കാരിൽ രക്ഷയുണ്ടാകില്ലെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇപ്പോഴിതാ VD സതീശൻ സർക്കാർ നൽകുന്നത്. ഭരണമാറ്റത്തിന് ശേഷം CPMനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ ലഭിച്ച ഏറ്റവും വലിയ ആയുധമാണ് UDF ഈ പുനരന്വേഷണമായി കാണുന്നതും. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വ്യക്തമാകുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നടത്തിയിട്ടുള്ള ഇവിടെ VD സതീശൻ ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനം, അതായത് മുഖ്യമന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലെ പുതിയ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം കൂടി നമുക്കൊന്ന് കാണാം. ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാണേണ്ടി വരും അല്ലേ? നോക്കാം, പറ്റുമെങ്കിൽ എത്തും. നിങ്ങളോട് പറയല്ലേ പറയണ്ട ആദ്യം. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോടെ പറയുള്ളൂ. അല്ല, ഗവർണറെ കാണുന്നതിന് ഇപ്പോൾ പറയാൻ പാടില്ല, അതിനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഓടി വന്ന് നിങ്ങളോട് പറഞ്ഞത് എന്ത് പാടുപെട്ടാ ഓടി എത്തിയത് അവിടെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അല്ലേ, അവരോട് ഏറ്റവും മാന്യമായി അവരെ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിലുണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ
കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ള. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുന്നു. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും.